വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ ഒരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായ കൂന്തൽ ഒരു 300 ഗ്രാം കൂന്തൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവയെ നമുക്ക് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഇവ അധികം നേരം തിളപ്പിക്കരുത്. ഇവ ഒന്ന് വെന്ത് വരുമ്പോൾ ഇവയെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇവയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്കിനി സബോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മീഡിയം 2 സബോള കനം കുറഞ്ഞ് ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവയുടെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് സബോളയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. സബോള നല്ല കനം കുറവാകുമ്പോൾ വേഗം നമുക്ക് വഴണ്ട് കിട്ടുകയും ചെയ്യും. അതിനാൽ ഞാനിവിടെ വളരെ കനം കുറവിലാണ് സബോള അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ സബോള വഴണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് നന്നായി യോജിപ്പിക്കാം. ഇവ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടതിന്. നമുക്കാദ്യമായി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പച്ചമുളകും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തളും ഇട്ട് കൊടുക്കാം. ഒപ്പം 2 തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 തക്കാളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് നന്നായി യോജിപ്പിക്കാം. ഇവയെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും നമ്മൾ ചേർത്ത് കൊടുത്ത് ഇനിയും നമുക്കിവയെ നന്നായി ഒന്ന് വീണ്ടും യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിവയെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കൂന്തളിലേക്ക് എല്ലാ മസാലകളും നന്നായി പിടിക്കും. തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വരും. അടപ്പ് തുറക്കുമ്പോൾ നമുക്കിതുപോലെ ആയിരിക്കും കിട്ടുക. ഇവയെ ഒന്ന് നന്നായി ഇളക്കി ഡ്രൈ ആക്കി നമുക്ക് സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇവ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. ചെയ്തു നോക്കിയിട്ട് കമൻറ്റ്സ് പറയുക. താങ്ക് യു.